എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. നിലമ്പൂർ അളക്കലിൽ കടുവ ഇറങ്ങി. ആട്ടിൻകുട്ടിയെയും പട്ടിയെയും പിടിച്ചുകൊണ്ടുപോയി. ചാലിയാർ പഞ്ചായത്തിലെ അളക്കൽ വിജയപുരം സ്വദേശി തീപ്പൊരിയിൽ ബേബിയുടെ ആട്ടിൻകുട്ടിയെയാണ് കടുവ കൊണ്ടുപോയത്. അളക്കലിൽ നിന്ന് തോമസ് കുട്ടി ചാലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. ചാലിയാർ പഞ്ചായത്തിലെ മലയോര ഗ്രാമമായ അളക്കൽ വിജയപുരം ഭാഗം കടുവ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആടിനെയും പട്ടിയെയുമാണ് ഇവിടെ നിന്ന് കടുവ കടിച്ചെടുത്തു കൊണ്ടുപോയത്. തീപ്പൊരിയിൽ ബേബിയുടെ വീടിൻ്റെ മുറ്റത്തെ ആട്ടിൻകൂട്ട് പൊളിച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രി 10 കിലോയോളം തൂക്കമുള്ള ആടിനെയുമായി കടുവ കടന്നു കളഞ്ഞത്. ശബ്ദം കേട്ട് പുറത്തു വന്ന ബേബിയും കുടുംബവും സമീപ പ്രദേശങ്ങളിലൊക്കെ തിരഞ്ഞെങ്കിലും ആടിൻ്റെ ഒരു അവശിഷ്ടം പോലും പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 10 കിലോയോളം തൂക്കമുള്ള ആട്ടിൻകുട്ടിയാണ് കടുവ പിടിച്ചുകൊണ്ടുപോയതെന്ന് ബേബി പറഞ്ഞു. സമീപത്തെ വനവകയിൽ നിന്നുമാണ് കടുവയെത്തിയത്. ശബ്ദം കേട്ടിന് വീടുന്ന പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആടിനെയും കടിച്ചുകൊണ്ടു പോകുന്ന കടുവയാണ് കണ്ടതെന്നും ബേബി പറഞ്ഞു. കടുവ എന്നിട്ട് ആടിനെ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പട്ടീനെ അതിന് മുന്നത്തെ ദിവസം കൊണ്ടുപോയിട്ടുണ്ട്. ഗാർഡന്മാരാണ് ഇടയ്ക്കിടയ്ക്ക് വരേണ്ടതുണ്ട്. അവരെ വേറെ അറിയിച്ചിട്ട് പിന്നെ വന്നിട്ടുമില്ല. ഒരു 10 കിലോയുള്ള ആടിനുണ്ട്. മുന്നേ ഇതിന് മുന്നേ കൊണ്ടുപോയിട്ടുണ്ട്. കടുവ പിടിച്ചിട്ട് വരെ ഇതിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പൈസയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അന്ന് 10,000 നഷ്ടം കാണിച്ച് കൊടുത്താണ്. ഒരു 2 കൊല്ലമായി. കൂട്ടിൻ്റെ അടിയിൽ നിന്ന് പൊക്കുകയാണ്. അടിയിൽ പലക ആണ്. ബാക്കിയുള്ള പിന്നെ ഇരുമ്പിൻ്റെ സൈഡ് കൂടെയുള്ള ഇരുമ്പിൻ്റെ ഇതാണ്. അടിയിൽ മുള പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. ആ മുള ഇങ്ങനെ അടിയിൽ തള്ളിയ പൊങ്ങും. ഇങ്ങനെ അതിൻ്റെ കുളത്തിൽ കൂടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് പൊട്ടിപ്പോയി. അതിൻ്റെ അടിയിൽ നിന്ന് വലിച്ച് കൊണ്ടുപോയത്. ഓടി പോകുന്നുണ്ട്. സാധനത്തിന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അഡ്രസ്സ് ഞങ്ങൾ രാവിലെ നോക്കുമ്പോഴൊന്നും പിന്നില്ല. ബാക്കിയൊന്നും കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷവും ബേബിയുടെ ആട്ടിൻകൂട് പൊളിച്ച് ആടിനെ കടുവ കൊണ്ടുപോയിരുന്നു. നിരവധി പട്ടികളെയും ആടുകളെയും ഈ ഭാഗത്ത് കടുവ കൊണ്ടുപോകുമ്പോഴും കർഷകൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താനോ കടുവ പിടിച്ച ആടുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനോ വനം വകുപ്പ് തയ്യാറാകുന്നില്ല. 1970കളുടെ കാലഘട്ടത്തിൽ കുടിയേറിയ കർഷകരാണ് ഇന്ന് ജീവിക്കാൻ വേണ്ടി കൃഷി ചെയ്യുമ്പോൾ വീട്ടുമുറ്റത്ത് കടുവയുടെ സാന്നിധ്യം കാണുന്നത്. സമീപ പ്രദേശമായ പെരുവമ്പാടത്തും ഇന്നലെ കാട്ടാന ടൗണിലിറങ്ങി വൻതോതിലാണ് കൃഷി നശിപ്പിച്ചത്. വന്യമൃഗ ശല്യം മൂലം ഭീതിയിലാണ് ഈ ഗ്രാമം. വീട്ടുമുറ്റത്തേക്ക് കടുവ എത്തുന്നു എന്നുള്ളത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. കടുവ ആടിനെയും കടിച്ചുകൊണ്ട് പോയി എന്നാണ് കർഷകനായ ബേബി താനത് നേരിൽ കണ്ടുവെന്നാണ് പറയുന്നത്. എന്തായാലും വനം വകുപ്പ് ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. കടുവയെ പിടികൂടുന്നതിന് എടക്കോട് വനമേഖലയിൽ കൂട് സ്ഥാപിച്ച് കടുവാഭീതിയിൽ നിന്നും ഈ നാടിനെയും ഈ ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അളക്കലിൽ നിന്നും ക്യാമറമാൻ അക്ബറിനോടൊപ്പം തോമസ് കുട്ടി ചാലിയാർ, എ+ വിഷൻ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും 50% വരെ പണിക്കൂലിയിൽ കിഴിവ്. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ 30% വരെ കിഴിവ്. ഇതിനോടൊപ്പം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം. ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ബമ്പർ സമ്മാനം 100 പവൻ, 1ാം സമ്മാനം 25 പവൻ, 2ാം സമ്മാനം 10 പവൻ, 3ാം സമ്മാനം 5 പവൻ, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക് 2.25 കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക.